ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഹോണ്ട സിവിക്ക് ലൈക്ക് എൻ്റെ ചാനലിൽ ഞാൻ മുമ്പേ ഇട്ട് ഒരു ഹോണ്ട സിവിക്കിൻ്റെ മോഡ്. അപ്പോൾ ആ ഒരു ഹോണ്ട സിവിക്കിൻ്റെ മോഡിൽ നമ്മൾ ഒരു കിണ്ണ എക്സോസ്റ്റ് കയറ്റാൻ പോവാണ്. അപ്പോൾ ഹോണ്ട സിവിക്ക് കയറ്റുന്ന വീഡിയോ ആണ്, പിന്നെ എക്സോസ്റ്റിന് കയറ്റുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സോസ്റ്റിന് വെച്ചാൽ ആൾട്ട് മറ്റേ ലൗഡറാണെന്ന് കഴിച്ചു, നല്ല ചെവി അടിച്ചു വന്ന ഒരു മറ്റേ എൻജിൻ സൗണ്ടാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ ഗെയിം പ്ലേയിൽ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എന്തെന്നാണ് അതിൻ്റെ സൗണ്ട് എന്നൊക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയറ്റാൻ പോകുന്നത് നമ്മൾ ഹോണ്ട സിവിക്കിൻ്റെ മോഡ് കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സോസ്റ്റിൻ്റെ മോഡ് കയറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഹോണ്ട സിവിക്കിൻ്റെ മോഡ് നമ്മൾ കയറ്റണം. ഓക്കെ, കയറ്റാൻ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം വിൻറാർ ഉപയോഗിച്ച്. ഓക്കെ, നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, എക്സോസ്റ്റിൻ്റെ മോഡ് കയറ്റാൻ എന്താ ഈ ഒരു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതാ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. അവിടെയുള്ള ഈ പച്ച ഡൗൺലോഡ് ബട്ടൺ നോക്കിയിട്ട് അടുത്ത ഈ ഒരു പച്ച ഡൗൺലോഡ് ബട്ടൺ നിൽക്കുന്നേരം ഡൗൺലോഡ് ആവും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹോണ്ട സിവിക്ക് നമ്മൾ ഗെയിമിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഗെയിം ഫോൾഡർ ഓപ്പൺ ആക്കണം. ഗെയിം ഫോൾഡർ ഇതാണ് കേസ് എൻ്റെ ഗെയിം ഫോൾഡർ. അപ്പോൾ ഇത് ഗെയിം ഫോൾഡർ, ഇത് നമ്മളിപ്പോൾ കയറ്റിയ ഹോണ്ട സിവിക്കിൻ്റെ മോഡ് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതും ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പച്ച ഡൗൺലോഡ് ബട്ടൺ 2 പ്രാവശ്യം നിൽക്കിയാൽ മതി, അന്നപ്പോൾ റെഡിയോ. ഓക്കെ, ഇനി ഇത് എന്താണ് കയറ്റേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു FD2 ഉണ്ടാവുമല്ലോ, അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഗെയിം ഫോൾഡറിൽ മോഡ്സ് പോവാം. മോഡ് ഫോൾഡർ ഇല്ലെങ്കിൽ മോഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് നോക്കി ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് മോഡ് ഫോൾഡറിൽ പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് X64 പോയിട്ട് DLC പാക്ക് പോവാം. DLC പാക്ക് കൊണ്ടുവന്ന് ഈ ഒരു FD2 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്കി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ റീപ്ലേസ് ചെയ്യാണ്. ഇതാ ഇവിടെ വന്നു, FD2 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ വന്നു. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ ഐ വി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ഐ വി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ DLC ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ കാറിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഒന്നെന്ന് വെച്ചാൽ എൻജിൻ സൗണ്ടാണ് കേസ്. ഓക്കെ, എൻജിൻ സൗണ്ട് ഒരു എൻജിൻ സൗണ്ടാണ് ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓക്കെ, എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ SI മാനേജർ ഫുള്ള് ഡൗൺലോഡ് ആണെന്ന് നോക്കുക. SI മാനേജർ ഡൗൺലോഡ് അല്ലെങ്കിൽ ഡൗൺലോഡ് ആക്കാതെ ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പൺ ഐ വി പോയിട്ട് മോഡ്സ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ DLC list.xml ഉണ്ടല്ലോ, DLC list.xml ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് എഡിറ്റ് കൊടുത്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോവാം. ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ലാസ്റ്റുള്ള ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇത് കാണാൻ പറ്റും, ഈ ഒരു പാത്തിൻ്റെ മുകളിലുള്ള ഒരു ഇത് ഇങ്ങനെയുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇതാ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+D അടിക്കുന്നേരം ഒന്നുകൂടിയും വരും. ഓക്കെ, ഒന്നുകൂടി വന്നിട്ട് നടുവിലുള്ള സാധനം പോക്കുക. എന്നിട്ട് ഈ FD2 എന്ന് അറിയുന്ന സാധനം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതിന് നടുവ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എക്സോസ്റ്റിൻ്റെ മോഡ് കയറ്റുന്ന നമുക്ക് ഇതിലേക്ക് അടുക്കാം. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി എക്സോസ്റ്റിൻ്റെ മോഡ് എങ്ങനെ കയറ്റുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ BMW ഹോണ്ട സിവിക്ക് കഴിഞ്ഞല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സോസ്റ്റിൻ്റെ മോഡ് മാത്രമേ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സിംഗിൾ പ്ലെയറിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് KC115 BMW ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഓക്കെ, ഇത് നമ്മൾ എന്താക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓപ്പൺ ഐ വിയിലുള്ള മോഡ്സ് പോവാം.
എന്നിട്ട് അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ വന്ന് ഓക്കെ ദാ ഗൈസ് ഇവിടെ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരൊന്ന് റീനെയിം ചെയ്തെടുക്കുക. ഓക്കെ, ഇതിൻ്റെ പേര് റീനെയിം ചെയ്തെടുത്തിട്ട് നമ്മൾ GTA 5 മെയിൻ ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് ഏറ്റവും അടിയിലുള്ള DLC list.xml അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നേരത്തെ ചെയ്തപ്പോൾ എന്നെ ലാസ്റ്റുള്ളതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുക, Ctrl+D അടിക്കുക, നടുവിലുള്ള പോക്കുക, ഇത് അവിടെ കൊണ്ടുവന്ന് Ctrl+V അടിക്കുക. ഞാൻ ഓൾറെഡി അത് ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് അത് പോകട്ടെ. ഓക്കെ ഗൈസ്, ഓക്കെ ഇതാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുത്തിട്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങളുടെ GTA 5 മെയിൻ ഡയറക്ടറി പോവുക, എന്നിട്ട് മോഡ്സ് പോവുക, എന്നിട്ട് അപ്ഡേറ്റ് പോവുക, ദെൻ X64 പോവുക, ദെൻ DLC പാക്ക് പോവുക. ഓക്കെ, DLC പാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് കാറിനാണോ വേണ്ടത്, നമ്മളിപ്പോൾ സിവിക് ആണല്ലോ, സിവിക് FD2 ആണ്, FD2 കയറിയിട്ട് DLC.rpf ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് കാറിനും ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് കാറിനും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ FD2 ആണ്, FD2 നോക്കിയിട്ട് ലൈക്ക് ഹോണ്ട സിവിക് ആണ്, അതിൽ DLC.rpf പോവുക, ഡാറ്റയിൽ പോവുക, അല്ല മാറിപ്പോയി, ഡാറ്റയിലല്ല X64 പോവുക, vehicle.rpf പോവുക, അതും മാറിപ്പോയി, ഡാറ്റയിൽ പോവുക. എടാ പോയല്ലോ ഇച്ചക്ക്, തല തിരിഞ്ഞ് എടാ vehicle.rpf ഓക്കെ മാറിപ്പോയി, ഞാൻ കുറേ നോക്കി കഴിച്ചു. ഓക്കെ സോറി മാറിപ്പോയി. FD2 കയറിയിട്ട് DLC.rpf ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റയിൽ പോവുക, എന്നിട്ട് vehicle.meetയിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഇതിൽ നിങ്ങൾ എന്താക്കാന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോ നെയിം ഹാഷ് കാണാൻ പറ്റും. ഓഡിയോ നെയിം ഹാഷ് എന്ന് അറിയുന്നിടത്ത് നടുവിലേതാ സ്ട്രേഞ്ചറാണ് വരുന്നത്, സ്റ്റിങ്ങർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കോപ്പി ചെയ്യാം. ഇത് റീനെയിം ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഇതിനെ നടുവ് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് Ctrl+V അടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേസ്. എന്നിട്ട് സേവ് കൊടുത്ത് നമുക്ക് ഇറങ്ങാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഗെയിം കയറിയിട്ട് കാണിച്ചാൽ ഞാനിപ്പോൾ ഡിലീറ്റ് ആക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഗെയിം കയറിയിട്ട് കാണാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഗെയിം കയറി. അപ്പോൾ ഇതാണ് ഗൈസ് ഹോണ്ട സിവിക് ഗൈസ്. ഓക്കെ, ഈ അലോവിയിലൊന്നും ഉണ്ടാകത്തില്ല ഗൈസ്, ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തതാണ്. അപ്പോൾ ഈ അലോവിയിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് പോയി കാണാം ഗൈസ്. ഓക്കെ, അത് പോയി കണ്ട് ഫുള്ള് കയറ്റാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ അലോവിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഗൈസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് വണ്ടി. നമുക്ക് എങ്ങനെ സ്പോൺ ചെയ്യാന്ന് വെച്ചാൽ അഡോൺ സ്പോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡോൺ സ്പോണർ ഉണ്ട്, F5 അടിച്ചിട്ട് സെർച്ച് വെഹിക്കിളിൽ സെർച്ചിൽ അഡോൺ വെഹിക്കിൾ ആക്കി കൊടുത്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോകുന്നേരം നിങ്ങൾക്ക് അവിടെ ഹോണ്ട സിവിക് 2008 ഹോണ്ട സിവിക് ടൈപ്പ് ആർ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് വണ്ടി വരും. പിന്നെ എൻജിൻ സൗണ്ട് ഇതാണ് എൻജിൻ സൗണ്ട്. മെനു ആണെങ്കിൽ F8 അടിച്ചിട്ട് വെഹിക്കിൾ ഓപ്ഷനിൽ പോയിട്ട് വെഹിക്കിൾ കോണറിൽ സ്പോർട്സിൽ പോവുക. അവിടെ 2008 ഹോണ്ട സിവിക് ടൈപ്പ് ആർ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2008 ഹോണ്ട സിവിക് ടൈപ്പ് ആർ 2008 ഹോണ്ട സിവിക് ടൈപ്പ് അല്ല നിങ്ങൾ ഇവിടെ പോയാൽ മതി. ഓക്കെ, സ്പോർട്സ് പോയിട്ട് ഇവിടെ 2008 ഹോണ്ട സിവിക് കാണാൻ പറ്റും. ഫോൺ ചെയ്താൽ മതി. ഇനി നമ്മൾ കൊച്ചൊന്ന് എന്താ പറയുക ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. ഓക്കെ, ഇതാണ് വണ്ടി കേസ്. വണ്ടീൻ്റെ അലോവിൽ എങ്ങനെ ഉണ്ട് കേസ്? അലോവിൽ
അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഗെയിം പ്ലേ ആണ്. ഓക്കെ,